ഫലസ്തീനുള്ള ചൈനയുടെ പിന്തുണ അറബ് രാജ്യങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഫലസ്തീനിൽ ദേശീയ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി വ്യത്യസ്തമായിരിക്കുന്ന ഫലസ്തീനി സംഘടനകളെ ചൈനീസ് ഗവൺമെന്റ് നേരിട്ട് കൊണ്ട് ബീജിംഗിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തിയ വിവരം അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് ഇത്രയും പരസ്യമായിരിക്കുന്ന ഒരു നിലപാടുണ്ടായത് എന്നത് തന്നെ വലിയ ശ്രദ്ധയാകർഷിക്കുന്ന വിഷയമായിരുന്നു. രണ്ട് വിജയമാണ് അതിൽ പാലസ്തീൻ അല്ലെങ്കിൽ അറബ് ലോകങ്ങൾ കാണുന്നത്. ഒന്ന്, ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നെതന്യാഹുവിനെതിരെ നേരിട്ട് കൊണ്ടുള്ള ഒരു പ്രത്യാക്രമണം പോലെയുള്ള ഒരു സമീപനമായിട്ടാണ് കാണുന്നത്. കാര്യമെന്ന് പറയുന്നത്, ഹമാസിനെ ഒരു സംഘടനയായിട്ടോ അല്ലെങ്കിൽ ഒരു രാജ്യ ഭരണസ്ഥാനത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടോ ഇസ്രായേൽ കാണുന്നില്ല. ഇസ്രായേൽ തീവ്ര പാർട്ടിയെന്നോ അല്ലെങ്കിൽ ഭീകര സംഘടന എന്നോ ഈ തരത്തിലാണ് ഹമാസിനെ എല്ലാ കാലത്തും സംബോധന ചെയ്യാറുള്ളത്. ഹമാസ് ആണെങ്കിൽ തിരിച്ച് ഇസ്രായേലിനെയും അങ്ങനെ തന്നെയാണ് ഭീകരരാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന തരത്തിലാണ് അവർ സംബോധന ചെയ്യാറുള്ളത്. അപ്പൊ ഇവരുടെ രണ്ട് വിഭാഗത്തിന്റെയും സംബോധന രീതി എന്ന് പറയുന്നത് ഭീകരത അല്ലെ തീവ്രത എന്ന പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന് ചൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇസ്രായേലിനോട് പിന്തുണ എന്ന രീതിയിൽ അമേരിക്കയും ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്. UN സഭയിൽ ഹമാസിനെ തീവ്രവാദി സംഘടനയുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല, അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ പോലും ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ അമേരിക്ക ആ പരാമർശങ്ങൾ ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്താനെങ്കിലും പറയാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ യുദ്ധം ഒക്ടോബർ 7 2023 ഒക്ടോബറിലാണ് യുദ്ധം തുടങ്ങുന്നത്. 10 മാസം ഇപ്പൊ പിന്നിട്ടിട്ട് അതിനോടനുബന്ധിച്ച് ഇതുവരെ ഈ പാലസ്തീനോ അല്ലെ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലമായിരിക്കുന്ന ഒരു നിലപാടും ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ റഷ്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്ളാഡിമിർ പുടിൻ, റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ പുടിൻ ഈ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. അതിന്റെ കാര്യം അമേരിക്കയോടുള്ള എതിർപ്പിന്റെ ഭാഗമായിട്ടും പാലസ്തീനോടുള്ള അനുഭാവത്തിന്റെ ഭാഗമായിട്ടുമാണ് റഷ്യയുടെ പ്രസിഡന്റ് ഈ നിലപാട് പറയാറുള്ളത്. ചൈന അപ്പോഴൊക്കെ മൗനം പാലിക്കാറാണ് പതിവ്. എന്നാൽ ഇപ്പോ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് ഹമാസ് ഇല്ലാത്ത ഒരു ഫലസ്തീനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ യുദ്ധം നടത്തുന്നത് എന്ന തരത്തിലാണ്. ഒരു തരത്തിലും ഹമാസിനെ അംഗീകരിക്കുകയില്ല. അവിടെ നിന്നുള്ള ഹമാസ് ഇല്ലാതെ തുടച്ചു നീക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. യുദ്ധത്തിന്റെ പ്രധാനമായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞ കാര്യം ബന്ദികളെ മോചിപ്പിക്കുക, ഹമാസിനെ ഇല്ലാതാക്കുക, ഒക്ടോബർ 7 പോലെയുള്ള ഒരു ആക്രമണം ഭാവിയിൽ ഇസ്രായേലിന് നേരെ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഹമാസിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ എതിർക്കപ്പെടാറുള്ളത് ഇസ്രായേലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അടക്കുന്ന സംഘങ്ങൾ മുഴുവൻ. അപ്പോൾ ഈ മേഖലയിൽ ഹമാസിനെ അംഗീകരിച്ചുകൊണ്ട് ഹമാസും ഈ രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് ചൈന എന്ന് പറയുന്ന ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന രാജ്യങ്ങളുടെ ഭാഗത്ത് ഒരു പരാമർശമുണ്ടായി എന്ന് പറയുന്നത് വലിയ രീതിയിൽ വേദനയോടുകൂടി തന്നെയാണ് ഇസ്രായേൽ അതിനെ എതിരേറ്റത്. പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, പാലസ്തീനിൽ ഒരു ദേശീയ സർക്കാർ ഉണ്ടാക്കണം, ഈ യുദ്ധത്തിന് വല്ലാത്തൊന്നും നീട്ടിക്കൊണ്ടുപോകാനും സാധിക്കുകയില്ല എന്ന് മാത്രമല്ല ഒരുപാട് നീണ്ടുപോകാനും സാധ്യമല്ല. അതുകൊണ്ട് യുദ്ധവിരാമത്തിന് ഒരു സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്ന തരത്തിലൊക്കെയാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് പരാമർശങ്ങളൊക്കെ ഉണ്ടായത്. വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഈ പാലസ്തീൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വിഭാഗത്തെയും ഗസയിൽ പ്രവർത്തിക്കുന്ന ഹമാസിന്റെ വിഭാഗത്തെയും വ്യത്യസ്തമായിരിക്കുന്ന ഈ സംഘടനകൾ, അതായത് ഫലസ്തീനിൽ പ്രവർത്തിക്കുന്ന 12ഓളം വ്യത്യസ്ത സംഘടനകളെയും കൂടി സംയുക്തമായ രീതിയിൽ ചേർത്തുകൊണ്ട് ഒരു ദേശീയ സർക്കാർ ഉണ്ടാക്കുക, അവരായിരിക്കും ഇനി ഫലസ്തീൻ ഭരിക്കേണ്ടത് എന്ന തരത്തിലാണ്. ഈ രണ്ട് വിഷയം അതിലുണ്ട്. ഒന്ന്, ഫത്താഹ് ടീമുമായി വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന പലസ്തീൻ അതോറിറ്റിയുടെ ഫത്താഹ് ടീമുമായി ഗസയിൽ പ്രവർത്തിക്കുന്ന ഹമാസിന്റെ ടീം പല ഘട്ടങ്ങളിലും നേർക്ക് നേരെ പോരാട്ടം നടത്താറുണ്ട്. അവരെ അംഗീകരിക്കാത്തൊരു വിഷയമുണ്ട്. മൊത്തത്തിലുള്ള ഒരു ഏകോപനത്തോടുകൂടിയ സർക്കാർ ഉണ്ടാക്കാൻ അവര് രണ്ടു കൂട്ടർക്കും പല ഘട്ടങ്ങളും സാധിക്കാറില്ല. പല വിഷയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെന്റിൽ നടന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഗസയിൽ വലിയ മുന്നേറ്റമാണ് ഹമാസിന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ അവിടെ വലിയ രീതിയിലുള്ള പരാജയമാണ് ഫത്താഹ് ടീം ഉണ്ടായത്. ഫത്താഹ് ടീമും ഹമാസുമായിട്ട് അവിടെ ഏറ്റുമുട്ടിയത്. വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹമാസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുമില്ല. പക്ഷെ എന്നിട്ട് ഹമാസ് പറഞ്ഞ കാര്യം ഒരു കൂട്ടുകക്ഷി ഭരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലാണ്. എന്ന് വെച്ചാൽ ഈ ഗസയിൽ ഹമാസിനോടൊപ്പം ചേർന്നുകൊണ്ടും വെസ്റ്റ് ബാങ്കിൽ ഈ ഫത്തയോടൊപ്പം ചേർന്നുകൊണ്ടും ഭരിക്കുന്ന രീതിയിലുള്ള സംവിധാനം. പക്ഷെ ഫത്താഹ് ടീം ഒരിക്കലും അത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗസ എന്ന് പറയുന്ന പ്രദേശം അങ്ങനെ തന്നെ ഹമാസ് ഭരിക്കുന്നു, ഫത്താഹ് എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം അങ്ങനെ തന്നെ ഫത്താഹ് ടീമും ഭരിക്കുന്നു. ഇതാണ് സ്ഥിതി.
സൈനികപരമായിരിക്കുന്ന ഒരു ബലോ ശക്തിയോ അതല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളൊന്നോ യഥാർത്ഥത്തിൽ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഫത്താ ടീമിന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ യാസർ അറഫാത്തിന്റെ കാലം കഴിഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള സൈനിക വിന്യാസങ്ങളൊന്നും അവിടെ നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇവിടെ സംബന്ധിച്ചിടത്തോളം, ഗസയെ സംബന്ധിച്ചിടത്തോളം ഹമാസിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഇറാൻ നൽകിയതുകൊണ്ട് സൈനികപരമായിരിക്കുന്ന ആയുധപരമായിരിക്കുന്ന മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് 100% സാധിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ശക്തി സംഭരിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഹമാസിന് സാധിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഇസ്രായേൽ ഉണ്ടായതും ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ട് അവരൊരിക്കലും അംഗീകരിക്കുകയില്ല. മറ്റുള്ള ലോകരാജ്യങ്ങൾ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനുള്ളത്. ഇസ്രായേൽ UN സഭയിൽ പറയാൻ അവസരം കിട്ടുന്ന സമയത്തൊക്കെ അത് പറയാറുണ്ട്. പക്ഷെ ആരും ചെവിക്കൊള്ളില്ല എന്നുള്ളത് വേറെ വിഷയം. ആ വിഭാഗത്തെയാണ് യഥാർത്ഥത്തിൽ ചൈന അംഗീകരിച്ചിരിക്കുന്നത്. ചൈന അംഗീകരിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിനെതിരെയുള്ള ഒരു നിലപാട് ചൈനയുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അറബ് ലോകം മുഴുവനും അതിനെ സ്വാഗതം ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ കാലത്തും 75 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങളുള്ളതാണ്, സഖ്യകക്ഷികളാണ്. എല്ലാ രീതിയിലും സാമ്പത്തിക രംഗങ്ങളിലും കയറ്റുമതി ഇറക്കുമതി രംഗങ്ങളിലും ഒക്കെ വലിയ രീതിയിലുള്ള ഇടപാട് ബന്ധങ്ങളുള്ളതാണ് അമേരിക്കയുമായിട്ട്. അവരുമായിട്ട് ഉടക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ ഒരു കാലത്തും തയ്യാറാവാറില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. യുദ്ധവിരാമത്തിന് വലിയ ശ്രമങ്ങളൊക്കെ അറബ് ലോകങ്ങൾ ആ കാലത്ത് നടത്തിയിട്ടോ അതൊന്നും അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. അമേരിക്കയുടെ ആയിരിക്കുന്ന നിലപാടുകൾ തന്നെയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇറാഖിനെ പരാജയപ്പെടുത്തുന്നു, സദ്ദാം ഹുസൈനെ പിടികൂടുന്നു, തൂക്കിക്കൊല്ലുന്നു, അങ്ങനെ അവിടെ ഒരു പാവ സർക്കാരിനെ ഉണ്ടാക്കുന്നു. അവരുടെ നിലപാടുകളും സമീപനത്തിനൊന്നും അഭിപ്രായമില്ലാത്ത രീതിയിൽ ഇപ്പോഴും 2500 അതിൽ കൂടുതൽ അമേരിക്കൻ സൈനികർ അവരുടെ സുരക്ഷ എന്ന രീതിയിൽ ഇറാഖിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോ വലിയ രീതിയിലുള്ള ഒരു നിലപാട് കുവൈറ്റിന്റെ ഭാഗം നിന്നുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞു എന്നുള്ളതാണ് ആ കാലത്ത്. മെസോപ്പൊട്ടോമിയൻ നാഗരിക സംസ്കാരത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ആ ഭാഗത്തിന്റെ ഒരു രാജ്യം എന്ന നിലക്ക് അതിന്റെ നേരെ അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ തങ്ങളുടെ സംസ്കാരത്തെ അത് ബാധിക്കുന്നു, തങ്ങളുടെ വിശ്വാസത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും ബാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ട്. ജൂനിയർ ജോർജ് ബുഷാണ് ആ യുദ്ധം നടത്തിയത്. സീനിയർ ജോർജ് ബുഷിന്റെ കാലത്ത് അത് ആരംഭിച്ചിട്ടുണ്ട്. ജൂനിയർ ജോർജ് ബുഷ് അത് പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ട്രംപിന്റെ ഈ രീതിയിലുള്ള നിലപാടുകളായിരുന്നു, ഒരൊറ്റ ഏകാധിപത്യ നിലപാടായിരുന്നു. ആ നിലപാടിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ബുഷ് തയ്യാറായിട്ടില്ല എന്ന് വന്നതോടുകൂടി അറബ് ലോകം പതുക്കെ മാറാൻ തുടങ്ങി, മാറി ചിന്തിക്കാൻ തുടങ്ങി, അമേരിക്കയുടെ നിലപാടിനെ എതിർക്കാൻ തുടങ്ങി ഘട്ടം ഘട്ടമായിട്ടെങ്കിലും. ലോക ബാങ്കിൽ അറബ് രാജ്യങ്ങൾ നിക്ഷേപിച്ച പണം പോലും യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ അറബ് ലോകത്തിന് കിട്ടാതായതോടുകൂടി വീണ്ടും അകൽച്ച തുടങ്ങി. അപ്പോൾ അറേബ്യൻ സംസ്കാരം ഉണ്ടായത് ഇറാഖിലെ മെസോപ്പൊട്ടോമിയയിൽ നിന്നാണ്. അത് മാനവിക സംസ്കാരമാണ്, അത് മുസ്ലിം സംസ്കാരമാണ്, വിശ്വാസ സംസ്കാരമാണ്. ആ സംസ്കാരത്തിന് നേരെ വെടിവെക്കാൻ അനുവദിക്കുകയില്ല. അത് തങ്ങളെ വെടിവെക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് യുദ്ധവിരാമം ഉണ്ടാകണം. കുവൈറ്റിനുണ്ടായിരിക്കുന്ന നഷ്ടം കൊടുക്കാൻ തങ്ങൾ തയ്യാറാണ്. ഇറാഖിൽ നിന്ന് പിടിച്ചെടുത്തോ അതല്ലാത്ത രീതിയിലോ മറ്റേ രീതിയിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് സൊല്യൂഷൻ മുന്നോട്ട് വെച്ചു. ഈ അമേരിക്ക അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ നിലപാടിനെ ധിക്കരിച്ചുകൊണ്ടാണ് പിന്നീട് യുദ്ധകാര്യങ്ങളൊക്കെ നടന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇതോടനുബന്ധിച്ച് പതുക്കെ അമേരിക്ക അങ്ങനെ അവരുമായിട്ട് പതുക്കെ അറബ് ലോകം അകന്ന് വരുന്നതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ 2024 ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായത്. എല്ലാ കാലത്തും റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഒരു അകൽച്ച ഉള്ള രാജ്യം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ അറബ് ലോകം എന്ന് പറയുന്നത്. പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന അകൽച്ചയാണ്. സോവിയറ്റ് യൂണിയനുള്ള കാലത്ത് അവിടെ കമ്മ്യൂണിസമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും തമ്മിൽ വലിയ അകൽച്ച ഉള്ളത് കൊണ്ട് അവർ ചേർന്ന് നിൽക്കാൻ വലിയ പ്രയാസമായിരുന്നു. ചൈന അങ്ങനെ തന്നെയാണ്. ചൈന കർക്കശമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നിലപാടും സമീപനങ്ങളും ആയതുകൊണ്ട് അവരുമായിട്ട് അകന്നായിരുന്നു നിന്നിരുന്നത്. യോജിച്ച് നിൽക്കുക എന്ന് പറയാൻ വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. എന്നാൽ അതിനേക്കാളും മെച്ചം, അതായത് അമേരിക്കയെക്കാളും മെച്ചം ചൈനയാണ്, റഷ്യയാണ് എന്നൊരു തിരിച്ചറിവ് കുറെ കാലത്തിന് ശേഷം അവർക്കുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റ് തയ്യാറാകുന്നത്. അപ്പോ തയ്യാറാകുന്നതോടുകൂടി അമേരിക്കയ്ക്ക് വലിയ ക്ഷീണം ഉണ്ടായി. ഈ ഒക്ടോബർ 7 തീയതിയുള്ള ആക്രമണത്തോടനുബന്ധിച്ച് അത് വളരെ കൃത്യവും വ്യക്തമായ രീതിയിൽ പ്രതിഫലിക്കപ്പെട്ടു. അമേരിക്കക്കെതിരെ പതുക്കെ എങ്കിലും സംസാരിക്കാൻ വേണ്ടി സൗദി അറേബ്യ, UAE അടങ്ങുന്ന രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. അതാണ് ഹൂത്തികൾക്കെതിരെ നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്നുള്ള അമേരിക്ക നിലപാട് പറഞ്ഞ സമയത്ത് ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ളതും, നിങ്ങൾ ഹൂത്തികൾക്കെതിരെ സമരം ചെയ്യരുത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യരുത് എന്ന് സൗദി അറേബ്യ തുറന്നു പറഞ്ഞു എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ആഘാതം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്കക്ക് ഉണ്ടാക്കിയ കാര്യമാണ്. മാത്രമല്ല, ഇപ്പോൾ അങ്ങനെ ചൈനയ്ക്ക് അവസരങ്ങൾ നൽകാമെന്നും റഷ്യക്ക് അവസരം നൽകാമെന്നും അറബ് ലോകം പറഞ്ഞു. അതിനോടനുബന്ധിച്ചാണ്
പലസ്തീനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ചൈന തയ്യാറാകുന്നു. ചൈന തയ്യാറായി എന്ന് മാത്രമല്ല, പലസ്തീനിൽ ഹമാസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി പിന്തുണ നൽകുന്ന ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യത്തിലും ചൈന വിജയിച്ചു. പതിറ്റാണ്ടുകളായി സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കിയതും ചൈനയാണ് എന്നതിന്റെ അർത്ഥം ചൈനയ്ക്ക് മിഡിൽ ഈസ്റ്റ് ചൈനയെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ മേഖലയിൽ വന്നുകൊണ്ട് അമേരിക്കയെ പോലെയുള്ള ആധിപത്യമുള്ള വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ നിങ്ങളുമായിട്ട് സഹകരിക്കും എന്നുള്ള ഒരു കരാർ ഉടമ്പടി രഹസ്യമായിട്ടെങ്കിലും ചൈനയുമായി അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സമീപന നിലപാടുകളൊക്കെ വരുന്നത്. ഏതായിരുന്നാലും വളരെ സ്വാഗതം ചെയ്യുന്ന, ചൈനയുടെ നിലപാടിനെ 100% സ്വാഗതം ചെയ്യുന്ന സമീപനമാണ് അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെക്കാൾ വിശ്വസിക്കാൻ പറ്റുന്നത് ചൈനയാണ്. അമേരിക്കയെ ഒഴിവാക്കണം, കാരണം അവർ പ്രത്യയശാസ്ത്രത്തിന് നേരെയാണ് ആക്രമണം നടക്കുന്നത്. ഇപ്പോൾ ഈ ഫലസ്തീനികളെ ഇല്ലാതാക്കാൻ വേണ്ടി 100% സായുധപരമായിരിക്കുന്ന സാമ്പത്തികപരമായിരിക്കുന്ന സഹായങ്ങൾ ചെയ്യുന്നത് അമേരിക്കയാണ് ഇസ്രായേലിന് എന്നുള്ള കാര്യം അറിയാവുന്നതാണ് ലോകത്തിന് മുഴുവനും. അത് വലിയ രീതിയിൽ ആഘാതം, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നത് അറബ് ലോകത്തിനാണ്. അത് അറബ് ലോകവുമായിട്ട് സഹകരിക്കാൻ നല്ലത് അമേരിക്കയെക്കാണ് ചൈനയും റഷ്യയുമാണ്. റഷ്യയുമായിട്ട് കുറച്ചുകൂടെയൊക്കെ ഒരു അടുത്ത ബന്ധം കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിൽ സൗദി അറേബ്യ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നു, അവിടുത്തെ ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും മുൻപ് കാലത്ത് ഇല്ലാത്തൊരു സംഭവമാണ്. 75 വർഷത്തിന് ഇടയിലൊക്കെ ആദ്യമായിട്ടാണ് ഒരു സൗദിയുടെ ഭരണാധികാരി റഷ്യയിൽ സന്ദർശിച്ചത് എന്നാണ് പത്രങ്ങളൊക്കെ ആ കാലത്ത് എഴുതിയിരുന്നത്. അത് അബ്ദുള്ള രാജാവ് ഭരിക്കുന്ന കാലത്താണ്. ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ ജ്യേഷ്ഠനായിട്ടിരിക്കുന്ന അബ്ദുള്ള രാജാവ്, അതിനുശേഷമാണ് സുൽത്താൻ രാജാവ് വരുന്നത്, പിന്നീടാണ് ഇപ്പോഴത്തെ സൽമാൻ രാജാവ് വരുന്നത്, ഇപ്പോഴത്തെ അയാളുടെ മകനും കൂടിയാണ് ഭരിക്കുന്നത്. അപ്പൊ അബ്ദുള്ള രാജാവിന്റെ ഭരണകാലത്താണ് 75 വർഷത്തിനിടയിൽ ഒരു സന്ദർശനം റഷ്യയിലേക്ക് നടത്തിയത്. റഷ്യയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് അന്നേ അവരുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. അതിന്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വരുന്നത്. പിന്നീട് ഇപ്പോൾ റഷ്യയെക്കാണ് കുറച്ചും കൂടി ചില കാര്യങ്ങൾക്കൊക്കെ ശക്തിയുള്ളത് ചൈനയാണ്. ചൈന ഒരു നിലപാട് പറഞ്ഞാൽ ആ നിലപാടായിരിക്കും, സമീപനം പറഞ്ഞാൽ സമീപനമായിരിക്കും. അമേരിക്കയുമായിട്ട് ഒരിക്കലും ഒരു ഒത്തുപോയില്ല. കാരണം പല ഘട്ടത്തിലും ചൈനയുടെ വിഷയകാര്യങ്ങളിലൊക്കെ അമേരിക്ക ഇടപെടാറുണ്ട്. അതുകൊണ്ട് അവരുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെയുള്ള ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ചൈനയുമായും റഷ്യയുമായിട്ടും അറബ് ലോകത്തിനുണ്ടായത്. ഒക്ടോബർ 7 തീയതിയുള്ള 10 മാസത്തിനിടയിൽ നീണ്ടിരിക്കുന്ന ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യവും വ്യക്തമായിരിക്കുന്ന ഒരു ലോകശക്തി രാജ്യം പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തമായിരിക്കുന്ന ഒരു നിലപാട് പറയുന്നത് ആദ്യമായിട്ടാണ്. പാലസ്തീനിൽ ഒരു ദേശീയ സർക്കാർ വരണം, അതിൽ ഹമാസ് വേണം എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായിരിക്കുന്ന നിലപാട് തങ്ങൾക്കുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചൈന അവിടെ ചെയ്തിരിക്കുന്നത്. ആ ചൈന ചെയ്തതോടുകൂടി അറബ് ലോകം അത് സ്വാഗതം ചെയ്തു. കാരണം അമേരിക്കയുമായിട്ട് അകലുക എന്ന് പറയുന്നത് മറ്റൊരു ലോക രാജ്യങ്ങളുമായി ഒരു ബന്ധം ഉണ്ടാക്കിയതിനു ശേഷം മാത്രം സാധ്യമാകുന്നതാണ്. ഏതെങ്കിലും ലോക രാജ്യങ്ങളുമായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നീട് രാഷ്ട്രീയപരമായിരിക്കുന്ന നിലനിൽപ്പൊക്കെ വലിയ വിഷയം ഉണ്ടാവും. ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കാനും രാജ്യത്തിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ പല ഘട്ടങ്ങളിലും അമേരിക്ക അടങ്ങുന്ന സൈനിക സംഘങ്ങളൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഇറാനിൽ നടത്തിയിട്ടുണ്ട്, വിജയിക്കാതെ പോയതാണ്. കൊറിയയിൽ നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, വിജയിക്കാതെ പോയതാണ്. 10 തെമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട രാജ്യമാണ് ഇറാനും അതേപോലെ തന്നെ കൊറിയയും. ഈ 2 രാജ്യങ്ങൾ ഒഴിച്ച് പരമാവധി 8 രാജ്യങ്ങളിൽ അവരുടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭരണാധികാരികളെ മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭരണാധികാരികളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഭരണാധികാരികളെ തൂക്കിലേറ്റിട്ടുണ്ട്. അതല്ലെങ്കിൽ സുഡാന്റെ പ്രസിഡന്റിനെ പോലെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയൊരാൾക്കാരെ അധികാരത്തിൽ വരുത്തുന്ന രീതികളൊക്കെ ഉണ്ടായി ചെയ്തത്. പലതും നമുക്കറിയാം. ഈജിപ്തിൽ നടന്ന അതാണ്. ലിബിയയിലാണെങ്കിൽ ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നാണ്. ഇറാഖിലാണെങ്കിൽ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നാണ്. നമ്മൾ പറയുന്ന സമയത്ത് വെനിസ്വലയിലാണെങ്കിൽ ചാവേസിനെ അതില് വിഷം കൊടുത്ത് കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ക്യാൻസറിന്റെ അണുക്കൾ ശരീരത്തിൽ കുത്തിവെച്ചിട്ടാണ് ഷാവേസ് കൊല്ലപ്പെട്ടത് എന്നാണ് അന്ന് പറയപ്പെട്ടത്. സമാനമായിരിക്കുന്ന രീതിയാണ് പലസ്തീന്റെ പ്രസിഡന്റ് യാസർ അറഫാത്തിന് ഇവിടെ പാരീസിൽ വെച്ചുണ്ടായത്. പ്ലൂട്ടോണിയം എന്ന് പറയുന്ന അണുവാണ് അദ്ദേഹത്തിന്റെ അണ്ടർവെയറിൽ പരുത്തി വെച്ചു എന്നോ അത് കുത്തിവെച്ചു എന്നോ അങ്ങനെ ആ രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് മസ്തിഷ്കാഘാതം ഉണ്ടായി, പിന്നീട് മരണം നടന്ന വിവരങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം, ചൈനയുടെ നിലപാടിനെ അറബ് ലോകം സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പാലസ്തീന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ലോക ശക്തി രാജ്യമായിരിക്കുന്ന ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിനെതിരെയുള്ള ചൈനയുടെ നിലപാടായിട്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.